നമ്മുടെ ചാനലിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ്. ചായക്കടയിൽ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പഴംപൊരിയാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതുപുത്തൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റിൽ ഒരു 3 നേന്ത്രപ്പഴം, പിന്നെ അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു പിഞ്ചുപ്പ്, അതുപോലെ ഒരു 200 ഗ്രാം 250 ഗ്രാം 250 നിങ്ങൾക്ക് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ ആ അളവിലെടുക്കാം. പഴം കൂടുന്നതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം. അത് മൈദ. പിന്നെ ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ചായക്കടയിൽ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നിർബന്ധമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ പുളിദോശയുടെ മാവില്ല, മസാല ദോശകളൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കണ മാവിൽ നമ്മൾ ഉലുവ ചേർക്കും. അപ്പോൾ ഉലുവ ചേർക്കാത്ത മാവ് വേണം. ഉലുവ ചേർത്താൽ ഉലുവ ടേസ്റ്റ് അതിൽ വരും. അപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഉഴുന്നുമാവില്ല നമ്മൾ അതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്, മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ആ കടയിൽ അതേ ചായക്കടയിൽ അതേ ടേസ്റ്റ് കിട്ടുക ഈ പഴംപൊരിക്ക്. പിന്നെ പഞ്ചസാര എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് മധുരത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ പഞ്ചസാര ആഡ് ചെയ്യും. അപ്പം ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഉഴുന്നുമാവ് ഉണ്ടാക്കി വെച്ചില്ലേ, അതിൽ നിന്നൊരു കുറച്ചൊരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു 4-5 ടീസ്പൂണ് അത് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങളിങ്ങനെ കരുതുണ്ടാവും എന്ത്, ഒരു ഉഴുന്നുമാവൊക്കെ ചേർത്താൽ അതിൻ്റെ പുളിപ്പ് വരൂലേ പഴം പൊരിക്കുന്ന. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പഴം പൊരിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റേ അറിയില്ല നിങ്ങൾ. ഓവറായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3-4 ടീസ്പൂൺ, ഏറിയാൽ ചെറിയ ടീസ്പൂണാണെങ്കിൽ ഒരു 4 ടീസ്പൂണ്. ഞാനതിപ്പോൾ നല്ല ചെറിയതായത് കാരണം ഞാനൊരു 4-5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എത്ര മൈദ വേണ്ടിയെന്ന് വെച്ചാൽ ആ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ കടലമാവ്, മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കടലമാവ് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് എത്ര നിർബന്ധം. പക്ഷേ ഞാൻ മെയിൻ ആ ഒരു ചായക്കടയിൽ അതേ കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു കാപ്പി കളർ പോലെ വരുമല്ലോ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കടലമാവ് ആഡ് ചെയ്യണം. അപ്പോൾ നോക്കി ഒരു അപ്പോൾ 250 ഗ്രാമൊക്കെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം 2 സ്പൂൺ ചെറുതായത് കൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണക്കാക്കി വെച്ചായിരുന്നു. അപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് എത്ര ഇഷ്ടച്ചാൽ മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്തൊരു കുഴപ്പമില്ല, അതൊന്നും പ്രോബ്ലം ഇല്ല. ചിലർക്ക് മഞ്ഞളുടെ ഇത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ കുത്തൊന്നും ഒരിക്കലും ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടിക്കൊന്നും. പിന്നെ ചിലർ കടയിൽ യെല്ലോ കളറൊക്കെ ചേർക്കും. നമുക്കതൊന്നും വേണ്ട, അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ മതി. കടയിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ഈ കറി. ഒരു പിഞ്ചുപ്പ്, നമ്മുടെ ഷുഗറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഞ്ചുപ്പ്. അതാ നിങ്ങൾക്ക് എത്ര മധുരം വേണ്ടിച്ചാൽ അത്ര പഞ്ചസാര. ഞാനൊരു ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ജസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം മറ്റൊരു സീക്രട്ട് എന്ന് പറഞ്ഞത്, പിന്നെ നമ്മുടെ ആരും ചിലപ്പം ചെയ്യാറുണ്ടാവില്ല അങ്ങനെ, ഒരു നേരിയ ചൂടുള്ള വെള്ളം. നേരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റവിൽ വെച്ച് ജസ്റ്റ് ചൂടായി ഇങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് തൊട്ടാലൊന്നും ഒരു കുഴപ്പം പറ്റൂല. അങ്ങനത്തെ രീതിയിലുള്ള ചൂടുവെള്ളം, നേരിയ ചൂടുള്ള വെള്ളം ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കുക, അപ്പോഴന്നെ എടുക്കുക. ആ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലരൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ല. ഞാനും വിചാരിച്ചു ആദ്യം എന്താ അങ്ങനെ ചെയ്താൽ അങ്ങനെ കേടൊന്ന് പോവോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന്. നമുക്ക് ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചിട്ട്, നേരിയ ചൂടുള്ള വെള്ളമാണിത്. നേരിയ ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണ് നന്നായി കുഴച്ചെടുക്കുക. നേരിയ ചൂടുള്ളത് മതി കേട്ടോ. മൈദയാണ്,
അല്ലെങ്കിൽ ഒട്ടി പിടിക്കും, കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നേരിയ ചൂട്, ഒരിക്കലും ചൂട് നമ്മൾ കൈ തൊട്ടാലൊന്നും ഉണ്ടാവരുത് അങ്ങനത്തെ. എന്നിട്ട് കണ്ട ഇതേപോലെ നന്നായി കുഴച്ചെടുക്കണം. ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തത്. നമ്മളിതിൽ അപ്പസോഡൊന്നും യൂസ് ചെയ്യണില്ല, അതുകൊണ്ട് നന്നായി കുഴക്കണം. കുഴക്കുന്നിടത്താണ് നമ്മുടെ ഈ ഒരു മാവ് പൊന്തി വരുന്നതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റിൽ പൊന്തി വരിക. ആ പൊങ്ങി വരൽ അപ്പസോഡ ചേർക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ഇവിടെ ചൂടായിട്ട്, ഞാൻ വീഡിയോ ലെങ്ത്താവുന്ന കരുതിയിട്ട് എണ്ണ അതിൽ തന്നെ ചൂടാക്കാട്ടായിരുന്നു. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട്, നല്ല ചൂടായതിനു ശേഷം മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഉള്ളൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനിതാ പഴംപൊരി എണ്ണയിലോട്ട് ഇടുന്നു, നമുക്ക് കാണിച്ചു തരാം. നമുക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പൊങ്ങി വരുന്നത്, കണ്ടില്ലേ? അത്രയും സിമ്പിളാണ്, വേഗം കഴിയും നമ്മുടെ പരിപാടി. അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ അപ്പോഴേ വേഗം ചെയ്തെടുക്കും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട, ഇതിനൊന്നും ഒരു ആവശ്യമില്ല. ഇതാ കണ്ടപ്പോൾ നിങ്ങൾ 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായി ഫ്രൈ ആയിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഹോട്ടലിൽ അതേ കളറ്, സെയിം കളറ്, ഒരു കാപ്പി കളറായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ശരിക്കും ഒറിജിനൽ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. പിന്നെ മാവ് നമുക്ക് പൊങ്ങാൻ വെക്കുക, ഒരുപാട് നേരം വെക്കുക, അല്ലാതെ അപ്പസോഡ അടയൊന്നും ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ? നല്ല സൂപ്പർ പഴംപൊരി കണ്ടില്ലേ? അത്രയും നല്ല രീതിയിലാണ് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവസാനം. കണ്ടിലിപ്പോൾ നിങ്ങൾ ഇതാ അതേപോലെ ഈ ചട്ടിയിൽ ഇതാ കോരുന്നു. കണ്ടിൽ നിങ്ങൾ സൂപ്പർ ശരിക്കും ഒറിജിനൽ കടയിൽ ചായക്കടയിൽ അതേ സെയിം ലെവലിലാണ്. കണ്ടിൽ നിങ്ങൾ ഞാൻ തപ്പൊരു അപ്പക്കോരിയിട്ട് കോരിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രത്തോളം അടിപൊളിയായിട്ടുണ്ട് കിടക്കുകയാണ്. കണ്ടില്ലേ? പിന്നീട് കാണിച്ചു തരാം പ്ലേറ്റിലാക്കിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി ഇതുവരെ കണ്ടില്ല അവർക്കൊന്ന് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതുത്ത വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഓരോ വീഡിയോയുടെ ക്വാലിറ്റി എങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.